ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ജെ സ്റ്റോറീസ്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ എപ്പിസോഡായിട്ട് വന്നതാണ്. ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്കയിൽ നടന്ന കുറച്ച് മിസ്സിങ് കേസുകളാണ്. അതായത് നമ്മുടെ കോമൺ സെൻസിനെയും എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ളൊരു കുറച്ച് മിസ്സിങ് കേസുകളാണ് ഇന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂയോർക്കിൽ അമേരിക്കയിലുള്ളൊരു നാഷണൽ പാർക്ക് വലിയ ലാർജ് ഏരിയ ആണ്, ഉള്ള മൗണ്ടൻ ഏരിയ ആണ്. അതിൻ്റെ താഴ്വാരങ്ങൾ, ഗ്രാമങ്ങളുണ്ട്, ആൾക്കാർ താമസിക്കുന്നുണ്ട്, വളരെ ശാന്തതയുള്ള സ്ഥലം. അപ്പോൾ ഈ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്യണവർക്ക് അല്ലെങ്കിൽ ഹണ്ടേഴ്സിനൊക്കെ ഭയങ്കര ഫേവറേറ്റ് സ്ഥലമാണ്. ഹണ്ടിങ്ങിന് പോവുക, ലീഗൽ ലൈസൻസ് ഉള്ള ഹണ്ടേഴ്സ്. അപ്പോൾ ഹണ്ടേഴ്സാണ് ഈ മേഖലയിൽ കൂടുതൽ മിസ്സിങ് ആയിട്ടുള്ളത്. മിസ്സിങ് കേസുകളാണ്, അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ മിസ്സാവുന്ന കേസുകളാണത്. ഇതിൽ ഫസ്റ്റ് കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടേക്കൊരു ലില്ലി പോണ്ട് റോഡ് എന്ന് പറഞ്ഞൊരു റോഡ് ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തോമസ് മെസ്സിക് എന്ന് പറഞ്ഞൊരു 85-കാരൻ, പുള്ളി ആർമി റിട്ടയർഡാണ്, വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഹണ്ടറാണ്. പുള്ളിയും പുള്ളിയുടെ ഒരു 6 ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു പിക്കപ്പ് വാനിൽ ഗണ്ണ്, വാക്കി ടോക്കി, GPS സംവിധാനം, അങ്ങനെ എല്ലാ സാധനങ്ങളായിട്ട് ഇവർ ഹണ്ടിങ്ങിന് പോവാണ്. അങ്ങനെ ഹണ്ടിങ്ങിന് പോയി ഇവർ ഒരു ഉച്ചയായപ്പോൾ ഇവരിങ്ങനെ ഹണ്ടിങ്ങിന് പോയി കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ സർക്കിൾ ചെയ്യും. അതായത് ഇങ്ങനെ മാറി മാറി പോയിട്ട് ഇങ്ങനെ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കവർ ചെയ്ത് പോകും. ഒരാൾ സെൻറ്ററിൽ അങ്ങനെ കവർ ചെയ്ത് എന്തെങ്കിലും മാന്യോ അങ്ങനെ എന്തെങ്കിലും ഡീറോ അങ്ങനെ എന്തെങ്കിലും ഇതുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാപ്പ് പോലെ അങ്ങനെ ഇത് പോകും. അപ്പം അങ്ങനെ ഇവര് അങ്ങനെ പോകാനായിട്ട് ഒരു മെയിൻ ആൾ, ഈ തോമസ് മെസ്സിക് എന്ന് പറഞ്ഞ ആള് ഒരു സെൻറ്ററിൽ ഒരു പാറയിൽ ആളും അവിടെ ഇരുന്നു. ബാക്കി എല്ലാവരുമാണ് ഇങ്ങനെ ആ ഏരിയ വളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാക്കിങ് ഗണ്ണായിട്ട് പോയി. അപ്പോൾ തോമസ് മെസ്സിക്കിൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, അതുപോലെ പുള്ളിയുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഫുഡ് ഉണ്ട്, വാക്കി ടോക്കി ഉണ്ട്, GPS ഉണ്ട്, എല്ലാം ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അങ്ങനെ ഇവർ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മാന്യൊന്നും കണ്ടില്ല. ഒന്നിനും കാണാത്തതിൻ്റെ പേരിൽ ഈ ബാക്കിയുള്ള 6 മെമ്പേഴ്സ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തോമസ് മെസ്സിക്കിനെ കാണാനില്ല. എന്ന് മാത്രമല്ല, തോമസ് മെസ്സിക്കിൻ്റെ ഗണ്ണ് ഒന്നുമില്ല, ഒരു സാധനം പുള്ളിയുടെ ഇല്ല. അങ്ങനെ ഇവർക്ക് ആകെ കൺഫ്യൂഷനായി. ഇവരങ്ങനെ കുറേ ആ ഏരിയയിൽ നടന്ന് സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്തത് വൈകുന്നേരമായപ്പോൾ അവർ ഒരു 2-3 നാൾ അവരുടെ പിക്കപ്പ് വാനിൽ അവിടെ സ്റ്റേ ചെയ്ത് രാത്രിയിൽ മുഴുവൻ അവിടെ റോഡുകളിലൊക്കെ കറങ്ങി നടന്ന് മുകളിലേക്ക് ഫയർ ചെയ്യുക അങ്ങനെ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം പോലീസ് ഇൻവോൾവ്ഡ് ആയി. അങ്ങനെ സെർച്ചിങ് ആരംഭിച്ചു. ആ പർട്ടിക്കുലർ ഏരിയയിൽ സെർച്ചിങ് ആരംഭിച്ചു. അങ്ങനെ ബൈ ഹെലികോപ്റ്റർ, ബൈ വളണ്ടിയേഴ്സ്, അങ്ങനെ കണ്ടമാനം ആളുകൾ, പോരാത്തിന് പോലീസ് നായ, ഇത് മുഴുവൻ നടന്ന് സെർച്ച് ചെയ്തിട്ടും ഈ തോമസ് മെസ്സിക്കിൻ്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ അങ്ങനെ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ ഏരിയയിൽ നിന്നാണ് പുള്ളി മിസ്സായത്. അവിടേക്ക് വേറെ വാഹനങ്ങൾ വന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആള് മിസ്സിങ്. ആളുടെ ഗണ്ണില്ല, ആളുടെ വാക്കി ടോക്കി ഇല്ല, ഒന്നുമില്ല. ഇത്ര രീതിയിൽ പെട്ടെന്നൊരു മിസ്സിങ് ആള്. ഇന്ന് വരെ ആളെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ ഇനി രണ്ടാമത്തെ ഒരു കേസ് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു 40 മൈൽസ് അകലെ ഈ റീജിയനിൽ തന്നെ ഫ്രെഡ് ഡ്രം എന്ന് പറഞ്ഞ ഒരാളെ സെയിം കൊല്ലം തന്നെ കാണാതായിട്ടുണ്ട്, ഇതേ സർക്കംസ്റ്റാൻസിൽ തന്നെ. അതുപോലെ തന്നെ പിന്നെ സാന്റാഫെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഈ ഭാഗത്ത്. അവിടെ ഓഡ്രെ കെപ്ലൻ എന്ന് പറഞ്ഞൊരു ലേഡി, 75 വയസ്സുള്ള ലേഡിയാണ്. പുള്ളിക്കാരിയും ഭർത്താവും കൂടെ അവിടെ ഒരു തരം കൂണ് കിട്ടും. അപ്പോൾ ആ കൂണ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഈ മലയിൽ ഹൈക്ക് ചെയ്തു പോകും. അങ്ങനെ ഹൈക്ക് ചെയ്ത് പോയി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവര് സ്പ്ലിറ്റായി പോകും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റായി പോകും. അതിനുശേഷം ഈ ഓഡ്രെ കെപ്ലൻ എന്ന് പറഞ്ഞ ലേഡീനെ പിന്നെ കിട്ടിയിട്ടേ ഇല്ല. ഇത് 2014 ജൂലൈയിലാണ് സംഭവം. പിന്നീട് കുറേ സെർച്ച് ചെയ്തിട്ട് ആളെ കിട്ടിയ പിന്നെ ഒരു 5 ദിവസം, ഏകദേശം 5-ാമത്തെ ദിവസം പുള്ളിക്കാരുടെ ബോഡി ചെറിയൊരു ഇത്തിരി വെള്ളം പോകുന്ന അവിടെ നേക്കഡായിട്ട്, ഡ്രസ്സുകളോ പുള്ളിയുടെ കാര്യങ്ങളോ ഒന്നുമില്ല, ഡ്രസ്സില്ല, പുള്ളിയുടെ കയ്യിലുള്ള സാധനങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ പുള്ളിയുടെ ബോഡി കിട്ടി. അങ്ങനെ ഈ ബോഡി ഓട്ടോപ്സി അയച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് മരണകാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ അമേരിക്ക പോലൊരു സ്ഥലം, അതുപോലെ സയൻസ് ഇത്രയും മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്നു നിൽക്കുന്ന ഒരു ടൈം,
എന്നിട്ട് പോലും പുള്ളിക്കാരി മരിച്ചു എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. സാധാരണ രീതിയിലുള്ള ഒരു ട്രേസും ഈ ബോഡിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല. കൊലപാതകമാണോ, നാച്ചുറൽ കോസ് ഓഫ് ഡെത്ത് ആണോ, ഇതൊന്നുമല്ല. എങ്ങനെ പുള്ളിക്കാരി മരിച്ചു എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ആ ഒരു കേസ് അങ്ങനെ ഒതുങ്ങിപ്പോയി. അതിനുശേഷം അതേപോലെ തന്നെ മെൽവിൻ നദാൽ എന്ന് പറഞ്ഞ ഒരു ഹണ്ടർ ഇതുപോലെ 2009 മിസ്സിംഗ് ആയിട്ടുണ്ട്. ഇതേ 61 വയസ്സിട്ടാണ്. അതുപോലെ സ്റ്റാൻലി വിജിൽ എന്ന് പറഞ്ഞ ഒരാൾ. ഈ സ്റ്റാൻലി വിജിലിന്റെ ബോഡി കണ്ടെത്തിയായിരുന്നു. സ്റ്റാൻലി വിജിലിന് സംഭവിച്ചതെന്ന് വെച്ചാൽ, സ്റ്റാൻലി വിജിൽ ഇതുപോലെ തന്നെ ഹണ്ടിങ്ങിന് പോയി ഒരു മാനെ കണ്ടു, മാന്റെ പിന്നാലെ ഓടി. പിന്നെ പെട്ടെന്ന് അവിടെ ഒരു മഞ്ഞും ചെറുതായിട്ട് ചാറ്റൽ മഴയും കാര്യങ്ങൾ വന്നു. പിന്നെ പുള്ളിനെ കണ്ടിട്ടില്ല. 7 ദിവസത്തിന് ശേഷം പുള്ളിയുടെ ബോഡി കണ്ടെത്തി. പക്ഷെ അതും എന്താണ് മരണകാരണം എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. ഇതിൽ ഏറ്റവും ഒരു സ്പെഷ്യൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ആരൺ ഹെഡ്ജസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെയാണ്. പുള്ളിയും ഇതുപോലെ തന്നെ പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഈ മൗണ്ടൈൻ ഏരിയയിൽ ഹണ്ടിങ്ങിന് പോയി. ഒരാഴ്ചത്തെ ഹണ്ടിങ്ങിനാണ് ഇവർ പോകുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആവും. എല്ലാ സീസണിലും ഹണ്ടിങ്ങിന് പോകുന്ന ഒരാളാണ്, ഗ്രൂപ്പാണ് ഇവർ. അങ്ങനെ ഇവർ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആരോൺ ഹെഡ്ജസ് എന്ന് പറഞ്ഞുള്ളത് ഈ കുറച്ച് ഹൈക്കിങ്ങിന് പോയിട്ട് ഒരു മൗണ്ടൈൻ്റെ മുകളിൽ ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പുള്ളി ഒറ്റയ്ക്ക് നടന്നു പോയി. ബാക്കിയുള്ളവർ വേറെ വഴിക്കും പോയി. അങ്ങനെ പുള്ളി ഇങ്ങനെ നടന്ന് പോയി. പിന്നെ പുള്ളി മിസ്സിങ് ആയി. പുള്ളി അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് പുള്ളി മിസ്സിങ് ആണ് എന്നുള്ള വിവരം ബാക്കിയുള്ളവർ അറിയണം. അങ്ങനെ ഇതുപോലെ തന്നെ സെർച്ചിങ് ആരംഭിച്ചു. ഏകദേശം 20 ഡോഗ്. പിന്നെ ഇതിന്റെ സെർച്ചിങ്ങിന്റെ ഇതൊക്കെ കൂട്ടി 20ഓളം ഡോഗ് സ്ക്വാഡ്, 60ഓളം ഗ്രൗണ്ട് വഴി സെർച്ച്, 2 ഹെലികോപ്റ്റർ, ഇതൊക്കെ സെർച്ച് നടത്തിയിട്ടും പുള്ളിയുടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ബൂട്ട് കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പുള്ളി ബൂട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ പുള്ളിയുടെ മറ്റേ വെള്ളം കുടിക്കുന്ന ചെറിയൊരു വെള്ളം കട്ടിയാവാണ്ടിരിക്കുന്ന പോലത്തെ ഒരു ബാഗേജ് ഉണ്ട്. ആ ബാഗേജും ഉണ്ട്. ചെറിയതായിട്ട് ക്യാമ്പ് ഫയർ പോലെ ചെറുതായിട്ട് ആള് മറ്റേ ഈ വെയിൽ കായല്ല, മറ്റേ ഫയറിങ്ങിന് വേണ്ടി ക്യാമ്പ് ഫയർ ചെറിയ ഫയർ ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ സിഗരറ്റ് പാക്കറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വേറെ ഒന്നുമില്ല, പുള്ളിയുടെ ബോഡി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് കുറേ മൈലുകൾ അകലെ പുള്ളിയുടെ GPS കാണിച്ച ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ നിന്നാണ് ഈ ബൂട്ട് കിട്ടിയത്. പക്ഷെ GPS ഇല്ല പുള്ളിയുടെ, വേറെ ഒന്നുമില്ല, ഗണ്ണില്ല. പിന്നെ ഇവർ ഈ അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോയ് ഉണ്ട്, ആ സാധനം ഇല്ല, ഒന്നുമില്ല. പിന്നീട് സെർച്ചിങ് പല രീതിയിൽ ആരംഭിച്ചിട്ട് പിന്നെ ഈ ബൂട്ട് കിട്ടിയ സ്ഥലത്ത് പലതവണ ഒരു സെർച്ച് ചെയ്തിട്ടുള്ളതാണ് വളണ്ടിയേഴ്സ്. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ബൂട്ട് കിട്ടുകയാണ്. അതും ഒരു അത്ഭുതം. അങ്ങനെ ബൂട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ പല പ്രാവശ്യം സെർച്ച് ചെയ്ത് കൊടുത്ത് വരിക. പിന്നെ മൃഗങ്ങളെ ആക്രമിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങനെ മൃഗങ്ങളില്ല. മൃഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻ, ഡീർ, അങ്ങനത്തെ മൊയിൽ, അങ്ങനത്തെ നിസ്സാര സംഭവങ്ങളുള്ളൂ. അങ്ങനെ മനുഷ്യനെ അങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യണ മൃഗങ്ങളൊന്നും ഇല്ലാത്തൊരു നാഷണൽ പാർക്കാണത്. അങ്ങനെ പിന്നീട് സെർച്ച് ചെയ്ത് വേറെ കുറച്ചകലെ ഒരു പുള്ളിയുടെ മറ്റേ ഈ ഫ്ലാസ്ക് കിട്ടി, ചായ കുടിച്ചതിൻ്റെ ഒരു ഫ്ലാസ്ക് പോലത്തെ ഒരു സ്ഥലം. അതൊരു പാറയമ്മ എങ്ങനെ ഇരിക്കുന്നു, തുറന്നു വെച്ച രീതിയിൽ ഇരിക്കുന്നു. അവിടുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ഗ്രാമം കാണാം, വഴി കാണാം, എല്ലാം വിസിബിൾ ആയിട്ടുള്ള ഏരിയ. പക്ഷെ പുള്ളീനെ പിന്നെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഏകദേശം 9 മാസത്തിന് ശേഷം ആ ഗ്രാമവാസികൾ ഇതിന് ഈ ഫെൻസ് ഉണ്ടാക്കും. എല്ലാ കൊല്ലവും ഇങ്ങനെ ഫെൻസൊക്കെ റിപ്പയർ ചെയ്യണ സമയത്ത് ആ ഒരു ഏരിയയിൽ നിന്ന് 9 മാസങ്ങൾക്ക് ശേഷം പുള്ളിക്കാരൻ്റെ ബാഗ് ലഭിക്കണം, ബാക്ക് പാക്ക് ലഭിക്കണം. ബാക്ക് പാക്ക് തുറക്കുമ്പോൾ പുള്ളിയുടെ ഹണ്ടിങ് ലൈസൻസ് ഉണ്ട് അതിൽ, ഗണ്ണുണ്ട്, സ്നാക്ക് ഉണ്ട് അതിൽ, പുള്ളിയുടെ സാധനങ്ങളെല്ലാം അതിലുണ്ട്. അങ്ങനെ അപ്പം നോക്കുമ്പോൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹണ്ടർ. അത് മാത്രമല്ല പുള്ളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ സർവൈവ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും പുള്ളിയുടെ കയ്യിലുണ്ട്. അത് എല്ലാ നൈഫ്, എല്ലാ സാധനങ്ങളും. അങ്ങനെ പുള്ളിയുടെ ഈ മൊബൈലും അവിടെ നിന്ന് കണ്ടെത്തി, സെൽഫോൺ. പക്ഷെ ഒരാളുടെ ബോഡിയും ഇല്ല. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പുള്ളിയുടെ ബോഡിയുടെ
സ്കെൽറ്റനും സ്കള്ളും അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടെത്തി. എന്നാലും അത് ഒരു മരണം എങ്ങനെയാണ് നടന്നതെന്ന് സ്ഥിരീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടത്തിയിട്ട് ഒരാളാണ് ഡേവിഡ് പോൾസ് എന്ന് പറഞ്ഞ ഒരാൾ. ഇതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇയാളാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിയത്. അങ്ങനെ പുള്ളിയുടെ റിസർച്ചിൽ ഏകദേശം 1600ഓളം പേര് ഇതുപോലത്തെ സർക്കംസ്റ്റാൻസിൽ മിസ്സിങ് ആയിട്ടുണ്ട്, ഒരു ട്രേസ് പോലും ഇല്ലാതെ. അത് ഇന്നവരെ കണ്ടെത്താൻ സാധിച്ചില്ല. ബോഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചു. ചിലവരുടെ മാത്രം ഇതുപോലെ എന്തെങ്കിലും കണ്ടെത്തി, അതും പല പല രീതിയിൽ. ബൂട്ട് കണ്ടെത്തുന്നത് 10 കിലോമീറ്റർ അകലെന്നാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കിലോമീറ്റർ അകലെന്നാണ് ബാഗ് കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ഒരു രീതി. അതുപോലെ ഇത്ര എക്സ്പീരിയൻസ് ആയുള്ള പോകേണ്ട വഴി മാറി സഞ്ചരിക്കുക, GPS സംവിധാനം ഉണ്ടായിട്ട് പോലും വഴി മാറി സഞ്ചരിക്കുക, അങ്ങനത്തെ ഒക്കെ നമ്മൾ കോമൺ സെൻസിന് മറികടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രത്യേക മിസ്സിങ് കേസ്. 1600ഓളം പേര് ഇതുപോലത്തെ സർക്കംസ്റ്റാൻസിൽ മിസ്സിങ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുപോലെ ഇത്രയും ഡെവലപ്പായുള്ള രാജ്യത്ത് നിന്ന്. അതുപോലെ തന്നെ ഒരു ഫിഷർമാൻ ഇതുപോലെ കാണാണ്ടായിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ. അത് കാറിലാണ് കാണാണ്ടായിരുന്നത്. അത് 2016 കാണാണ്ടായതാണ്. പുള്ളിക്കാരെ കാറ് അവിടെ കൊണ്ട് നിർത്തി. പിന്നെ പിന്നെ ആരും കണ്ടിട്ടില്ല പുള്ളീനെ. കാർ അവിടെ കിടപ്പുണ്ട്, പുള്ളിയുടെ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പുള്ളിയില്ല. അതേ സർക്കംസ്റ്റാൻസിൽ തന്നെ അതേ ഏരിയയിൽ തന്നെ ഇതുപോലെ കാറ് കൊണ്ട് നിർത്തി മിസ്സിങ് ആയ 2 ലേഡീസ്, പ്രായമുള്ള ലേഡീസ് വേറെ ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഈ റിസർച്ച് നടത്തിയാണ് ഇതിനെക്കുറിച്ച് ചകഞ്ഞ് ഇങ്ങനെ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1950 മുതൽ അതിൻ്റെ മലയുടെ മുകളിലൊരു ക്യാമ്പിങ് സൈറ്റ് ഉണ്ട്. ആളുകൾ പോയി അത്രയും പഴയ കാലത്തോട്ട് ക്യാമ്പ് ചെയ്യണ ഒരു ഏരിയ. അങ്ങനെ 1971 പോയ ഒരു ഹണ്ടർ, ഇപ്പോഴും ജീവനോടുള്ള ഒരു ഹണ്ടർ, പുള്ളി ഒരു പ്രത്യേക സൗണ്ടുകൾ, പുള്ളിയുടെ ഫ്രണ്ട്സും അവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടാണ് ക്യാമ്പ് ചെയ്യുന്നത്. പഴയ പോലെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ക്യാമ്പിങ് അല്ലാണ്ട് കുറച്ച് മരങ്ങളുടെ ഇടയിൽ മരങ്ങൾ മൊത്തം അടുക്കി വെച്ച് കേബിൾ വെച്ച് കെട്ടി അതിൻ്റെ ഉള്ളിൽ രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിൽ ഇവർക്ക് രാത്രിയിൽ പ്രത്യേക ഒരു സൗണ്ട്, മുഴക്കം, അങ്ങനെ 2-3 ജീവികൾ തമ്മിലുള്ള മുഴക്കം, അവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന പ്രത്യേക രീതിയിലുള്ള ഭാഷ പോലത്തെ സൗണ്ട്. അങ്ങനെ ഇവർ കയ്യിലുള്ള റെക്കോർഡിങ് സംവിധാനം വെച്ചിട്ട് ഈ വോയിസ് ഇവർ റെക്കോർഡ് ചെയ്യണ്ടേ. അങ്ങനെ ഈ റെക്കോർഡ് ചെയ്ത വോയിസ് പിന്നീട് ടെസ്റ്റിന് അയച്ചു. ഇത് ഒറിജിനലാണോ, പ്രീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിദഗ്ധരുടെ അടുത്തേക്ക് ഈ സാധനം അയച്ചു. അങ്ങനെ ഇതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് മനുഷ്യനേക്കാളും ഉയരം കൂടിയ എന്തോ ഒരു വസ്തുവാണ്, ഒരു ഇതാണ്. എന്നാൽ മനുഷ്യനല്ല. ഇതിൻ്റെ സൗണ്ടിൻ്റെ പിച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മനുഷ്യനല്ല. വളരെ ലോ ഫ്രീക്വൻസിയിലേക്കും പോകാൻ പറ്റുന്നുണ്ട്. മനുഷ്യന് പോകാൻ പറ്റുന്നേക്കാളും ഫ്രീക്വൻസിയുടെ താഴേക്കും പോകാൻ പറ്റുന്ന, മനുഷ്യന് പോകാൻ പറ്റുന്ന ഫ്രീക്വൻസിയുടെ 10 മടങ്ങ് മുകളിലേക്കും പോകാൻ പറ്റുന്ന പ്രത്യേക സൗണ്ടാണ്. എന്താണ് ഭാഷ പറയണതെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള സൗണ്ട്. അതുപോലെ തന്നെ ഈ ഹണ്ടർ പിന്നീടും പല പ്രാവശ്യം അവിടെ പോയി താമസിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് വെളിച്ചം, അതായത് ആകാശത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വെളിച്ചം വരിക, പിന്നെ താന്ന് പറക്കണ രൂപം, അതായത് ഒരു ക്യൂബ് പോലെ ഒരു വെളിച്ചം ഇങ്ങനെ താന്ന് പറന്ന് പോവുക, അത് കൺട്രോൾഡ് ആണ്, അതായത് ശരിക്കും നിയന്ത്രിച്ച് ഓടിച്ചുകൊണ്ട് പോണ പോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണുക. അങ്ങനെ കുറേ വിചിത്രമായ സംഭവങ്ങൾ ഈ പണ്ട് പോയ ഹണ്ടേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. ഇത് ഏലിയൻസ് ആണോ, ആളുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പരീക്ഷണം നടത്തുന്നതോ, എന്നിട്ട് ബോഡി ഉപേക്ഷിക്കണോ, അല്ലെങ്കിൽ ബോഡി പൂർണ്ണമായി നശിപ്പിച്ച് കളയി, അങ്ങനെ ഇത് 1600ഓളം പേരാണ് മിസ്സിങ് ആണ്. ഇതേ രീതിയിൽ ഒരു ട്രേസ് പോലും ഇല്ലാതെ മിസ്സിങ് ആണ്. ചിലവരുടെ അപൂർവം, ചിലവരുടെ മാത്രമാണ് ബോഡി. അത് ബോഡി കണ്ടെത്തുന്നത് പല രീതിയിൽ, എങ്ങനെ മരണകാരണമെന്ന് ട്രേസ് ചെയ്യാൻ പറ്റാത്ത പോലെ രീതിയിലാണ് കണ്ടെത്തുന്നത്. അതുപോലെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൾഡ് കപ്പിൾസ്, ഈ കപ്പിൾസിൽ ലേഡി ഹണ്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫാമിൻ്റെ സൈഡിൽ ഒരു ട്രീ ഹൗസ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറുന്ന എന്തെങ്കിലും മൃഗങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വെച്ച് പുള്ളിക്കാരി ഗണ്ണല്ല, ബോയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഹണ്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി പോയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ അവിടുന്ന്
ചെറിയൊരു രൂപം. ആ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഇതില്ല. അതായത് ഗ്ലാസ് ത്രൂ പോലെ എന്നാൽ ഒരു പാട് പോലെ ഉണ്ട്. ഒരു മരത്തുമേന്ന് അടുത്ത മരത്തേക്ക് ഇങ്ങനെ പാട പോലെ ഇങ്ങനെ നീങ്ങുന്നതായിട്ട് പുള്ളിക്കാരി ശ്രദ്ധിച്ചു. അങ്ങനെ പുള്ളിക്കാരി കയ്യിലുണ്ടായിരുന്ന പഴയ സോണി എറിക്സന്റെ മൊബൈൽ വെച്ച് ഇതിന്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തപ്പോൾ പുള്ളിക്കാരിക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് അവിടെ അപ്പുറത്ത് കുറച്ച് അകലെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ബാൻഡിന്റെ ഗ്രൗണ്ടിൽ ബാൻഡ് പ്രാക്ടീസ് നടക്കണൊക്കെ പുള്ളിക്കാരിക്ക് കേൾക്കാം. അങ്ങനെ പുള്ളിക്കാരി കുറേ പേടിച്ചവിട്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഈ മൊബൈല് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ടോസിന്റെ റെസൊല്യൂഷൻ നമുക്ക് മൊബൈലിൽ മാറ്റാം. 2, 3, 4 റെസൊല്യൂഷനിലേക്ക് മാറ്റി നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷെ പുള്ളിക്കാരി എടുത്ത ഫോട്ടോയിൽ പുള്ളിക്കാരിയുടെ ഫോട്ടോ ഉണ്ട്, വേറൊരു ഫോട്ടോയിൽ മാത്രം ഒന്നും പതിഞ്ഞിട്ടുമില്ല. പക്ഷെ ആ ഫോട്ടോയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആ മൊബൈലിൽ ഇല്ലാത്ത റെസൊല്യൂഷനാണ്. നമ്മൾ മാനുവലായിട്ട് മാറ്റാതെയോ അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടത്താതെയോ അങ്ങനെ ഒരു റെസൊല്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് വിദഗ്ധർ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രത്യേക സംഭവം ഈ മൗണ്ടൈൻ്റെ താഴ്വാരത്ത് തന്നെ ജീവിച്ച ഒരു ലേഡിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരാൾ മിസ്സിങ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റിട്ടയർമെന്റ് ആയിട്ട് താമസിക്കുന്ന ഒരു കപ്പിൾസ്, വൈഫ് എന്തോ ആവശ്യത്തിന് പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് ഇല്ല. ഹസ്ബൻഡിന്റെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. കാറ്, പുള്ളിക്കാരുടെ മൊബൈല്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാർ ഒരു ട്രേസ് പോലും ഇല്ലാതെ പുള്ളിക്കാർ മിസ്സിങ്, ഇന്നേവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഇത്രയധികം ആളുകൾ കാണാണ്ടായ, മിസ്സിങ് പ്രത്യേക രീതിയിൽ കാണാണ്ടായ കേസുകളാണ് ഈ മൗണ്ടൈനെ കേന്ദ്രീകരിച്ചും ആ ഏരിയ കേന്ദ്രീകരിച്ചുള്ളത്. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ യൂട്യൂബിൽ ഇതിൻ്റെ ഡോക്യുമെൻ്ററി അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡോക്യുമെൻ്ററിയുടെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിങ് 411 ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ ആണ് ഇതിൻ്റെ ഈ ഡോക്യുമെൻ്ററിയുടെ പേര്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണാൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. വളരെ ഡിഫറെൻ്റ് ആണ്, നമ്മുടെ കോമൺ സെൻസിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവർ ഫർദർ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഡോക്യുമെൻ്ററി കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആർജോ സ്റ്റോറീസ് സൈനിങ് ഓഫ്.